നമ്മൾ SCERT ക്ലാസ്സിൽ ഇന്ന് നോക്കുന്നത് 5ാം സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 ജലം നിത്യജീവിതത്തിൽ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജലം നിത്യജീവിതത്തിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ്. 1. വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. 2. മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. 3. പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. 4. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇനി ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങൾ വരുന്നതാണ്. ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഏതൊക്കെയാണ് വിവിധ ഘട്ടങ്ങൾ? വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു, ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇത്രയും ഘട്ടങ്ങളാണ് വരുന്നത്, ശുദ്ധീകരണ ഘട്ടങ്ങൾ. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇനി നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. തലച്ചോറിൽ 73% ജലം, രക്തത്തിൽ 94% ജലം, വൃക്കകളിൽ 79% ജലം, പേശികളിൽ 75% ജലം, ഹൃദയത്തിൽ 75% ജലം, ശ്വാസകോശങ്ങൾ 83%, അസ്ഥികളിൽ 31%. ഏറ്റവും കൂടുതലുള്ളത് രക്തത്തിലാണ്, 94%. അസ്ഥികളിൽ കുറവാണ്, 31%. ഇതൊന്ന് നോക്കി വെക്കണേ. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇനി സസ്യങ്ങളിൽ ജലം കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കാം. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ജലം സഹായിക്കുന്നു. ആഗിരണം ചെയ്ത ലവണങ്ങളിൽ ഇലകളിൽ എത്തിക്കുന്നത് ജലത്തിൻ്റെ സഹായത്തോടെയാണ്. സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. നമ്മൾ കുടിക്കുന്ന സോഡയിൽ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിക്കുന്നു, അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എന്തൊക്കെയാണ് ലീനം, ലായകം, ലായനി എന്നൊക്കെ. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ പറയുന്നതാണ് ബാഷ്പീകരണം, വെപ്പറൈസേഷൻ. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം, അതാണ് ജലം. വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ജലത്തിൻ്റെ സവിശേഷതയാണ് എന്ത്? വിധാനം പാലിക്കുന്നു എന്നത്. ഇനി മഴവെള്ളം സംഭരിക്കുന്നതിന് ചില മാർഗ്ഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 1. മഴവെള്ള സംഭരണി, 2. തടയണ, 3. കയ്യാല, 4. കിണർ റീചാർജിങ്. ഈ കയ്യാല എന്താണെന്ന് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അതാ ചിത്രത്തിൽ കണ്ടില്ല, ഇങ്ങനെ ജലം സംഭരിക്കുന്ന പരിപാടിയാണ് കയ്യാല. കിണർ റീചാർജിങ്, പുറത്തുള്ള ജലം നമ്മൾ കിണറിലേക്ക് എത്തിക്കുന്നത്, കിണർ റീചാർജിങ്. ഈ തടയണ, നമ്മൾ ഒഴുകിപ്പോകുന്ന ജലം തടയണ കെട്ടിയിട്ട് തടഞ്ഞു നിർത്തുന്നു. മഴവെള്ള സംഭരണി, വീട്ടിലൊക്കെ ഉള്ള ജലങ്ങൾ കളക്ട് ചെയ്യുന്നു. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇത്രയും പോയിന്റ്സ് ആണുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്. എന്തായാലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക.